ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സാന്ത്വന സീരിയലിൻ്റെ വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം. ചാനൽ ആദ്യമായിട്ടൊക്കെ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അങ്ങനെ ദേവിയെക്കുറിച്ചുള്ള എല്ലാ സത്യങ്ങളും താൻ അറിഞ്ഞ എല്ലാ സത്യങ്ങളും ആനന്ദ് തുറന്നു പറയുകയാണ്. അത് കേട്ട് കഴിയുമ്പോഴേക്കും എല്ലാവർക്കും അത് വിശ്വസിക്കാനോ വേണ്ടയോ എന്നൊരു അവസ്ഥയിലാട്ടോ ഗോമതി ദേവിയും അടുത്ത് നിന്ന് പറയുന്നുണ്ട്. ഞാൻ എൻ്റെ മക്കളെക്കാളും കൂടുതൽ സ്നേഹിച്ചത് നിങ്ങൾ മരുമക്കളെയാണ് അല്ലേ? നിങ്ങളുടെ ഭാഗത്ത് എങ്ങനത്തെ ഒരു തെറ്റുണ്ടാകും എന്നൊരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഗോമതി എന്ന് ദേവി എന്ന് പറഞ്ഞിട്ട് ഗോമതി അകത്തേക്ക് കയറി പോകാട്ടോ. അകത്ത് കയറി പോകുന്ന ഗോമതി എന്തിനാ പോയെന്ന് ആർക്കും മനസ്സിലാകുന്നില്ല. ആനന്ദ് പൊട്ട് കരഞ്ഞ് അച്ഛാ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് കരയണം. ബാലൻ എന്ത് പറയണമെന്നറിയില്ല. ബാലൻ പറഞ്ഞു, മോനെ, നിൻ്റെ ഈ അവസ്ഥയ്ക്ക് ശരിക്കും പറഞ്ഞ കാരണക്കാരൻ ഞാനാണ്. നീ ഒരു പെൺകുട്ടീനെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ആ പെൺകുട്ടിയായുള്ള വിവാഹം സമ്മതിച്ചില്ല. നിൻ്റെ ജീവിതം ഞാൻ തന്നെയാണ് മോനെ കുളം തുണ്ടിയത്. അന്ന് ആ പെൺകുട്ടിയായുള്ള നിൻ്റെ വിവാഹം നടത്തി തന്നാൽ മതിയായിരുന്നു. ഇപ്പോൾ ഞാനായിട്ട് കണ്ടുപിടിച്ചതാ ഈ അലവലാതി ദേവിയുടെ കുടുംബത്തെ. എൻ്റെ മോൻ പറഞ്ഞ പോലെ തന്നെ നിൻ്റെ പേര് ദേവി എന്ന് തന്നെയാണോ? ബാലച്ച, അത് മിണ്ടിപ്പോകരുത്. അവളുടെ ഒരു ബാലച്ചൻ കൂടെ നിന്ന് ചതിക്കുമായിരുന്നു നീ അല്ലേ? എന്നിട്ട് ബാലച്ചനാണെന്ന് പറഞ്ഞ് വിളിച്ചു വന്നിരിക്കുന്നു. ശബ്ദിച്ചു പോകരുത്. എനിക്കിനി രണ്ട് മരുമക്കളേ ഉള്ളൂ. എനിക്കിനി 2 മരുമക്കളേ ഉള്ളൂ. അത് ഇത്രയും മീനാക്ഷി, നിൻ്റെ പേര് ഞാൻ അതിൽ നിന്ന് വെട്ടി. പിന്നെ ഒരു കാര്യം, നീയായിട്ട് ഇവിടുന്ന് ഇപ്പോൾ ഇറങ്ങി പോകാൻ നിൽക്കണ്ട. ഇതെല്ലാം വരുത്തി വെച്ചാൽ നിൻ്റെ തന്തേനെയും തള്ളേനെയും ഉണ്ടല്ലോ, അവരെ ഞാൻ വിളിച്ചു വരുത്തുന്നുണ്ട്. അവിടുത്തെ 2 വർത്താനം മുഖത്ത് നോക്കി ചോദിക്കണം. അല്ലെങ്കിൽ ഇതിനു മുമ്പ് സംശയമൊക്കെ തോന്നിയിട്ടുണ്ട് നിൻ്റെ തന്തേനെ. പക്ഷേ ആ സമയത്ത് വിദഗ്ധമായിട്ടല്ലേ അയാൾ അവിടെ നിന്നൊക്കെ രക്ഷപ്പെട്ടത്. എന്തായാലും ഇന്ന് 2-1 അറിഞ്ഞേ പറ്റും. ആനന്ദ് ഫോൺ വിളിയിട അയാളെ ഇന്ന് പറയുകയാണ്. അങ്ങനെ ഉദയഭാനുവിനെ ആനന്ദ് ഫോൺ വിളിക്കുന്നുണ്ട്. ഹലോ മരുമകനെ, എന്താ മരുമകനെ വിളിച്ചത്? അതെ, ആ സാറിന് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒന്ന് ഇവിടെ വരെ വരുമോ? എന്ന് വരാവോ? എന്ത് പറ്റും മരുമകനെ? എന്താ വീട്ടിൽ വിശേഷം? വിശേഷമൊക്കെ ഉണ്ട്. അങ്കിളിനൊന്ന് വരുമോ? ഇല്ലെങ്കിൽ ഇങ്ങോട്ട് വരാൻ പറ്റുമോ? അതിനെന്താ, വരാലോ എന്ന് പറയാണ്. എടി ശ്രീകലേ, ദേവമംഗലത്തെ എന്തോ വലിയ കോൾ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. നമ്മളോട് അങ്ങോട്ട് ക്ഷണിച്ചിട്ടുണ്ട്. ആണോ മനുഷ്യ? എങ്കിൽ ഇപ്പം തന്നെ ഉടുത്ത് കെട്ട് പോവാം. ശരി എന്ന് പറയാണ്. അങ്ങനെ ഉദയഭാനുവും ശ്രീകലയും കൂടി നമ്മുടെ ദേവമംഗലത്തേക്ക് വരികയാണ്. അതിനുശേഷം ബാലൻ പറയാണ്, നിൻ്റെ അച്ഛനും അമ്മയും ഇവിടെ വരുന്നത് വരെ നീ ഇവിടെ വേണം. പക്ഷേ നിന്നെ ഞങ്ങൾ കൺമുന്നിൽ കണ്ടുപോരുത്. പോയി റൂമിലേക്ക് പോയി അടച്ചു പൂട്ടിയിരിക്കടി എന്ന് പറയാണ്. അങ്ങനെ ദേവി റൂമിൽ പോയി അടച്ചു പൂട്ടി ഇങ്ങനെ ഇരിക്കുകയാണ്. പൊട്ടിക്കരയാട്ടോ. മിത്രയും മീനാക്ഷിയും ദേവിയുടെ റൂമിലേക്ക് പോകാൻ പോകുമ്പോൾ ബാലൻ പറയുന്നത്, നിങ്ങൾ എവിടെ പോകുന്നു? അതല്ലേ ദേവിയെടുത്ത്? വേണ്ട, ദേവിയെടുത്ത് അങ്ങനത്തെ ഒരു പേര് ഇനി വീട്ടിലില്ല. നിങ്ങൾ അവിടെ സംസാരിക്കാനും നിൽക്കണ്ട, നിങ്ങൾ ഇവിടെ നിൽക്കുക എന്ന് പറയാണ്. അങ്ങനെ മീനാക്ഷിയും മിത്രയും അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ചു നേരം കഴിയുമ്പോഴേക്കും ഉദയഭാനു ശ്രീകലയും കൂടി അവിടേട്ട് വരും കേട്ടോ. ഹലോ മിസ്റ്റർ ബാലൻ എന്ന് പണിയൊന്നും ഇല്ലേ എന്ന് ചോദിക്കുകയാണ്. ഇന്നൊന്ന് റെസ്റ്റ് എടുക്കാൻ, എപ്പോഴും പണിക്ക് പോയാൽ സമ്പാദിച്ച കാര്യമില്ലല്ലോ. അത് ശരിയാണ്. അല്ല, ഞങ്ങൾ ഗോമതി സ്റ്റോറിൽ ചില ചെറിയ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ഗോമതി സ്റ്റോഴ്സിലോ? എന്ത് പ്രശ്നം? അത് വേറൊന്നുമല്ല, ഞങ്ങൾ ഗോമതി സ്റ്റോഴ്സിൽ ഇടയ്ക്കിടയ്ക്ക് പണം കാണാതെ പോകുന്നുണ്ട് എന്ന് പറയുകയാണ്. അപ്പോഴൊക്കെ ഈശ്വര, ഞാൻ പിടിക്കപ്പെടുവാണോ, പിടിക്കപ്പെട്ടോ എന്നൊക്കെ വിചാരിക്കുകയാണ്. അയ്യോ, അങ്ങനെയാണെങ്കിൽ ബാല പോലീസ് കംപ്ലയിൻറ്റ് ചെയ്യണം. പോലീസ് കംപ്ലയിൻ്റ് ആവശ്യമൊന്നുമില്ല. നമ്മുടെ ദേവി മോളാണല്ലോ കണക്കൊക്കെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അപ്പോൾ പൈസ കാണാതെ പോയപ്പോഴേക്കും ദേവി മോൾക്ക് വല്ലാത്തൊരു വിഷമം. അപ്പോൾ ആനന്ദ് ഇതിനു മുമ്പ് പൈസ മോഷണം പോയപ്പോഴേ അവിടെ ചെറിയൊരു തരികിട പണി കാണിച്ചിട്ടുണ്ടായിരുന്നു. എന്ത് പരിപാടി? അവിടെ എന്നോടും ഈ വീട്ടുകാരോടും ആരോടും പറയാതെ ഒരു ചെറിയ ക്യാമറ ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കള്ളനെ പിടിക്കാൻ. അപ്പോഴും ദേവ ഈശ്വര, ഇനി എന്നെ പിടിക്കപ്പെട്ടോ എന്തോ എന്നൊക്കെയാണ്
മുഖത്ത് നോക്കുമ്പോൾ അതിലെ ഞാനൊരു ക്യാമറ വെച്ചിരുന്നു. ദിവസങ്ങളായിട്ട് ഞാൻ കാത്തിരിക്കുക ആ കള്ളൻ ക്യാമറയിൽ കുടുങ്ങാനായിട്ട്. പക്ഷേ ഇത്രയും ദിവസമായിട്ട് ആ കള്ളനെ പിടികൂടാൻ പറ്റിയില്ല. പക്ഷേ ഇന്നലെ കള്ളനെ പിടികൂടി എന്ന് പറയാണ്. ഉദയഭാനു ആരാ മോൻ ആരാ അത് എന്ന് പറയുമ്പോഴേക്കും ബാലൻ പറഞ്ഞു, നാണമില്ലടാ തനിക്ക് ഇങ്ങനെ ചോദിക്കാൻ. സ്വന്തം മകളെ കള്ളം പറഞ്ഞ് എൻ്റെ മോനെ തലയിൽ കെട്ടിവെച്ചത് പോരെ. ഈ കുടുംബത്തിന് വീണ്ടും വീണ്ടും പറ്റിക്കാൻ വേണ്ടി തനിക്ക് നാണമില്ലടാ. താൻ എന്താ വിചാരിച്ചത്? താൻ തൻ്റെ ഭാര്യയും മകളും കൂടി ഈ വീട്ടുകാരെ എപ്പോഴും പറ്റിക്കാമെന്നോ? ഒരിക്കലില്ലടോ. ഞങ്ങളെ പറ്റിക്കാനായിട്ട് തനിക്ക് പറ്റിയതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? ഞങ്ങൾ മണ്ടന്മാരായതുകൊണ്ടല്ല, തന്നെ അത്രയും വിശ്വസിച്ചുകൊണ്ടാണ്. തന്നെ വിശ്വസിച്ച ഒറ്റ ഒരു കാരണം കൊണ്ടാണ്, തന്നെ മാത്രമല്ല തൻ്റെ ഭാര്യയെയും മക്കളെയും വിശ്വസിച്ചുകൊണ്ടാണ് മാത്രമാണ് ഞങ്ങൾ മണ്ടന്മാരായി പോയത്. അല്ലാതെ ഞാനും എൻ്റെ മക്കളും മണ്ടന്മാരല്ല. താൻ വിചാരിച്ചിട്ടുണ്ടോ? താൻ പണം മോഷ്ടിച്ചതൊക്കെ ഞങ്ങൾ അറിഞ്ഞു. താൻ എനിക്കൊരു കാര്യം അറിയോ? താൻ പണം മോഷ്ടിച്ചത് കാരണം എൻ്റെ പാവപ്പെട്ട അളിയനാണ് ഇവിടെ കള്ളൻ എന്ന പേര് മുദ്ര കുത്തി പടി ഇറക്കി പോകേണ്ടുവെന്ന്. താൻ മാപ്പ് പറയണം. എൻ്റെ അളിയനെ കാല് പിടിച്ച് മാപ്പ് പറയണം. അത് മാത്രമല്ല, തൻ്റെ ഒരുപാട് കള്ളത്തരം കാണിച്ചിട്ടുണ്ടല്ലോ. തൻ്റെ മകളെ വിവാഹം കഴിച്ചു വിട്ടതും, കള്ളം പറഞ്ഞ് വിവാഹം കഴിപ്പിച്ചിട്ടതും, 10ാം ക്ലാസ്സിൽ വരെ പഠിച്ച തൻ്റെ മകളെ വിവാഹം കഴിപ്പിച്ചിട്ടിട്ട് ഹോട്ടൽ ജോലിക്ക് പോയി തൻ്റെ മകൾ. അതൊന്നും പറയാതെ എൻ്റെ മകനും ഞാനും എൻ്റെ ഭാര്യയും ഒക്കെ കാത്തിരുന്നു. അവൾ IT കമ്പനി ജോലിക്ക് പോയത് വരുന്നത് വരെ. അങ്ങനെ എത്രയെത്ര കള്ളങ്ങളാണോ താൻ പറഞ്ഞ് കൂട്ടിക്കൊണ്ടിരുന്നത്. താനിപ്പം പണമില്ലെന്ന് പറഞ്ഞാലും എൻ്റെ മകനും എൻ്റെ വീട്ടുകാർക്കും എൻ്റെ മക്കളെ ഇഷ്ടമാണെന്നും പണം ഉള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ കെട്ടി കല്യാണം തരുമെന്നൊന്നുമല്ല സ്വഭാവങ്ങൾ. അവളുടെ വിചാരിച്ച കല്യാണം കഴിച്ചു. പക്ഷേ ഇനി വേണ്ട, അവൾ ഈ വീട്ടിൽ ഇനി വേണ്ട. ഞാനിപ്പോൾ വിളിച്ചു വരുത്തിയത് മര്യാദയ്ക്ക് നിങ്ങളുടെ മോളെ കൂട്ടിക്കൊണ്ട് പോക്കോ. നിങ്ങൾ കള്ളം പറയാതെ ഇരുന്നായിരുന്നെങ്കിൽ എൻ്റെ മകനെയും കൊണ്ട് ഞാൻ ദേവീനെ കല്യാണം കഴിപ്പിച്ചേനെ. ഇതിപ്പോൾ കള്ളം പറഞ്ഞാണല്ലോ കല്യാണം കഴിപ്പിച്ചേക്കണേ. ഇവിടെ നിൽക്കണ്ട, പോയിക്കോ. ശ്രീകലെ പറ. അത് കൊള്ളാലോ. എൻ്റെ മോളെ ഇവിടെ ആനന്ദ് വിവാഹം കഴിച്ച് 4 ആൾക്കാർ വിളിച്ചു വരുത്തി വിവാഹം കഴിച്ചതാണ്. എന്നിട്ട് എൻ്റെ മോള് കൂട്ടിക്കൊണ്ട് പോകണമെന്ന് പറഞ്ഞ് അതെങ്ങനെ ശരിയാവും? എൻ്റെ മോൾ നിൽക്കേണ്ടത് ഇവിടെയാണ്, ഇവിടെ ദേവമംഗലത്ത്, അവരുടെ ഭർത്താവിൻ്റെ കൂടെ, ഭർത്താവിൻ്റെ വീട്ടുകാരുടെ ഒപ്പം. മനസ്സിലായോ? നിങ്ങൾ ഒരു സ്ത്രീ ആയിപ്പോയി, അല്ലെങ്കിൽ ഞാൻ മുഖത്തിട്ട് അടിച്ചേനെ എന്ന് പറഞ്ഞിട്ട് ഉദയഭാനു എന്നെ എടുത്ത് മാറ്റി കേട്ടോ ബാലെ. എന്നിട്ട് പറഞ്ഞു, കഴിഞ്ഞ ദിവസം കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാൻ നിങ്ങളെ കണ്ടിരുന്നു ആ ചീട്ടുകളി ആൾക്കാരുടെ കൂട്ടത്തിൽ. അന്ന് നിങ്ങൾ അതിവിദഗ്ധമായിട്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടു. എനിക്കന്ന് സംശയം തോന്നുന്നതാണ്. ഞാൻ നിങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി നിങ്ങളുടെ നാട്ടിൽ വന്നതുമാണ്. അപ്പോൾ അവരൊക്കെ നിങ്ങൾ മോശമായിട്ട് അഭിപ്രായമാണ് ആളുകൾ പറഞ്ഞത്. എന്നിട്ടും ഞാൻ നിങ്ങളെ വിശ്വസിച്ചു. അവർ നിങ്ങൾക്കുള്ള കണ്ണുകടി കൊണ്ടായിരിക്കും നുണ പറഞ്ഞത് എന്ന് ഞാൻ വിചാരിച്ചു. അതല്ല, നിങ്ങളോടുള്ള വിശ്വാസം കൊണ്ട് ഇനി ഞാൻ നിങ്ങളെ വിശ്വസിക്കില്ല. നിങ്ങളുടെ മകളെയും കൂട്ടിക്കൊണ്ട് ഇവിടുന്ന് പോയിക്കോ. ഞങ്ങൾ കൂട്ടിക്കൊണ്ട് പോകില്ല ബാല. കാരണം എൻ്റെ മോൾ ഇവിടെ ിച്ചു വന്നതാണ്. അവൾ നിൽക്കേണ്ടത് ഇവിടെയാണ്. അത് കൊള്ളാലോ. ഒരു കള്ളം പറഞ്ഞതിൻ്റെ പേരിൽ എൻ്റെ മകളെ നിങ്ങൾ ഇവിടുന്ന് പറഞ്ഞയക്കാൻ പോവാണ്. സമ്മതിക്കില്ല. ജീവനുള്ള അപ്പോൾ അതിനെ സമ്മതിക്കില്ല എന്ന് പറയാണ്. വേഗം തന്നെ ഗോമതി റൂമിൽ നിന്ന് വരിക കേട്ടോ. എന്നിട്ട് ദേവിയുടെ റൂമിലേക്ക് പോകുന്നുണ്ട്. നിൻ്റെ എടുക്കാനുള്ള സാധനങ്ങളൊക്കെ എടുത്തോ. നീ കൊണ്ടുവന്ന സാധനങ്ങൾ മാത്രം. എന്നിട്ട് ഇവിടുന്ന് പടി ഇറങ്ങാൻ നോക്ക്. അമ്മേ, അത് പിന്നെ അമ്മയോ? ആരാടി നിൻ്റെ അമ്മ? അതേ വന്നിട്ട് നിൻ്റെ കളിയായിട്ടുള്ള അമ്മ ശ്രീകല, അവർ മാത്രമാണ് നിൻ്റെ അമ്മയുള്ളൂ. ഞാൻ നിൻ്റെ അമ്മ അല്ലടി. ഇറങ്ങിപ്പോയാൽ മതിയെന്ന് പറയാണ് നമ്മുടെ ഗോമതി. അമ്മേ പ്ലീസ് അമ്മേ, എന്നെ ഇറക്കി വിടില്ലേ. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതല്ലേ. സത്യസന്ധമായിട്ട് അമ്മേ മതി അമ്മേ, നിർത്ത് നിൻ്റെ അഭിനയം എന്നൊക്കെ പറയുകയാണ് നമ്മുടെ ഗോമതി. അവളുടെ ഒരു സ്നേഹവും പഞ്ചാര വർത്താനവും ഈ വാക്യമാണ് ഞങ്ങൾ എല്ലാവരും കൂടെ വീണുപോയത്. നീ ഇവിടെ നിന്ന് ഇറങ്ങുന്നത് അത് നിന്നെ വലിച്ചിറിച്ച് ഞാൻ പുറത്തേക്ക് ഇടണോ? അമ്മേ പ്ലീസ് അമ്മേ. ഓഹോ, അപ്പോൾ നിന്നെ വലിച്ചിഴിച്ച് പുറത്തിടണം അല്ലേ? ബാലേട്ട ആ രണ്ടിനെയും പിടിച്ച് പുറത്തേക്ക്, ഇവളുടെയും കൂടി പിടിച്ച് പുറത്തേക്കാക്കിക്കോ എന്ന് പറഞ്ഞിട്ട് ദേവി കൈ പിടിച്ച് വലിച്ചുകൊണ്ട് വരിക കേട്ടോ നമ്മുടെ ഗോമതി. ആ സമയത്ത് ഉദയഭാനു ശ്രീകലയും പിടിച്ച് പുറത്തേക്ക് തള്ളിയതിന് ശേഷം ദേവിയും പിടിച്ച് പുറത്തേക്ക് തള്ളി വാതിലിൽ ലോക്കിടുക കേട്ടോ ഗോമതി. അപ്പോൾ ദേവമംഗലത്തിലെ വാതിൽ ഒക്കെ മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. അമ്മേ വാതിൽ തുറക്കമ്മേ എന്ന് പറഞ്ഞ് ദേവി അമ്മയെ വിളിച്ച് കരയാട്ടോ. നിങ്ങളെ ചതിച്ചിട്ടില്ല അമ്മ, വാതിൽ തുറക്കമ്മേ എന്നൊക്കെ പറയാണ്. പക്ഷെ ഗോമതി വാതിൽ തുറക്കുക കേട്ടോ. അപ്പോഴത്തേക്ക് മീനാക്ഷി
പറയുന്നത്. നമുക്ക് എല്ലാം പറഞ്ഞ് മനസ്സിലാക്കാം, ക്ഷമയോടുകൂടി കേട്ട് കാര്യങ്ങൾ കോംപ്രമൈസ് ചെയ്യാം. ഇവിടെ നശിക്കാൻ പോകുന്നത് ആനന്ദിൻ്റെ ദേവതയുടെ വിവാഹ ജീവിതമാണ്. അവരുടെ ജീവിതത്തിലല്ല നമ്മുടെ വാശിയല്ല നടക്കേണ്ടത്. നമ്മുടെ ദേവതത്തിൽ നമ്മളോട് കാണിച്ച സ്നേഹം ആത്മാർത്ഥതയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് നമുക്ക് ദേവതയുടെ ഭാഗത്തു നിന്ന് കേൾക്കാനുള്ളത് ഒന്ന് കേൾക്കാം. നീ ഒന്നും മിണ്ടാതിരിക്കും മീനാക്ഷി. ആകാശം ഇവിടെയും കൂടി ഇങ്ങോട്ട് റൂമിലേക്ക് പോയിക്കഴിഞ്ഞെന്ന് പറയുകയാണ്. അങ്ങനെ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും ദേവി അവിടെ നിന്ന് പടി ഇറങ്ങി പോവുകയാണ്. പക്ഷേ ദേവി ഒരു കാര്യം ആലോചിക്കുന്നുണ്ട്. വേറൊന്നുമല്ല, ദേവി മരിക്കുക, അതേ ദേവിക്ക് നിവൃത്തിയുള്ളൂ. കാരണം തനിക്ക് തൻ്റെ വീട്ടുകാരെക്കാളും വലുത് സ്നേഹവും തന്നതും തന്നെ പരിഗണിച്ചതും എല്ലാം നമ്മുടെ ദേവമംഗലത്തുകാരാണ്. അവിടെ നിന്ന് തന്നെ പടിയിറക്കി വിട്ടിരിക്കുകയാണ്. ഇനി താൻ എന്തിനാണ് ജീവിക്കുന്നത്? തനിക്ക് തൻ്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടു, ഭർത്താവിനെ നഷ്ടപ്പെട്ടു, ഭർത്താവിൻ്റെ വീട്ടുകാരെ നഷ്ടപ്പെട്ടു. ഇനി താൻ ജീവിക്കുന്നത് എന്തിനാണ് എന്ന് മനസ്സിലാക്കിയ ദേവി തൻ്റെ ജീവിതം അവസാനിക്കാൻ വേണ്ടി പോകുന്ന ഭാഗമാണ് നമ്മൾ നാളെ മറ്റന്നാളായിട്ട് എപ്പിസോഡിൽ കാണാൻ വേണ്ടി പോകുന്നത്. അത് ദേവി അവസാനം അങ്ങനെ തന്നെ ചെയ്യുകയാണ്. നമുക്ക് എന്തായാലും കാത്തിരുന്ന് കാണാം ഫ്രണ്ട്സ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ ബൈ.